മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്കിൽ. അപ്പോൾ ടാസ്കിൽ എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു വീട്ടിൽ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് നല്ലൊരു പ്രകടനത്തിൻ്റെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾക്കാർ PR-ൻ്റെ ബലത്തിൽ മാത്രമാണ് അവിടെ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് PR-ൻ്റെ ബേസിസിൽ ഒരാൾ PR കൊടുത്തിട്ട് ഇവിടെ സർവൈവ് ചെയ്യുന്ന ഒരാളെയും അതുപോലെ ഒരു PR-ഉം ഇല്ലാതെ ഇവിടെ നിലനിന്ന് പോകുന്ന ഒരാളെയും സെലക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ബിഗ് ബോസ് എന്നൊരു മുട്ടം പണിയാണ് വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം പല രീതിയിൽ പല ഡിസ്കഷൻസ് അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പുറത്തും ചർച്ച വിഷയമുള്ള കാര്യമാണ് ഈ ഒരു PR വർക്ക് എന്ന് പറയുന്നത്. അതിൽ ആദ്യം വന്നത് ഷാനവാസാണ്. ഷാനവാസ് പേര് പറഞ്ഞിരിക്കുന്നത് PR-ൻ്റെ ബലത്തിൽ നിലനിന്ന് പോകുന്ന അനുമോളയാണ്. അത് അങ്ങനെ ഒരു കാര്യം പലരും പറയുന്നതായിട്ട് ഷാനവാസ് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ PR തന്നെ അക്ബറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അനുമോളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒട്ടും PR ഇല്ലാതെ പോകുന്ന ഒരാളെന്ന് പറയുന്നത് അനീഷിനെയാണ് പറയുന്നത്. സാധാരണക്കാരൻ എന്ന നിലയിൽ PR ഇല്ലാതെ വന്നത് സാബുമാനും നെവിനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഒരാളുടെ പേരെന്ന് പറയുന്നതുകൊണ്ട് അനീഷിൻ്റെ പേര് പറയുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്ന അനീഷായിരുന്നു. അനീഷ് പറഞ്ഞത് അനുമോളാണ്. അനുമോൾ ഇവിടെ വന്നപ്പോൾ പറയുന്നുണ്ട് ഇത്ര ലക്ഷത്തെ മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഫോളോവേഴ്സ് എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ PR-ൻ്റെ ബലത്തിൽ നിൽക്കാതെ ഒറ്റയ്ക്ക് കളിക്കണം എന്നാണ് അനീഷ് അനുമോളിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഒട്ടും PR ഇല്ലാതെ വന്നത് ലക്ഷ്മിനെയാണ് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്ന ലക്ഷ്മിയാണ്. ലക്ഷ്മി PR-ൻ്റെ സഹായം കൊണ്ട് നിലനിൽക്കുന്നത് അനുമോളെയാണ് പറയുന്നുണ്ടായിരുന്നത്. ലക്ഷ്മി പറയുന്നത് ആരോപണങ്ങളൊക്കെ അനുമോളുടെ പേരിലാണ് വരുന്നത്. പിന്നെ ടാസ്കും വോട്ട് പോലൊന്നും ആൾ നല്ല രീതിയിൽ ചെയ്യുന്നില്ല, പക്ഷെ ആൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത്. PR ഇല്ലാതെ നിൽക്കുന്നത് നെവിനെയാണ് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് നെവിൻ ചെയ്യണേന്ന് പറയുന്നത്. പിന്നീട് വന്ന അക്ബറായിരുന്നു. അക്ബർ പറഞ്ഞത് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ എമൗണ്ട് ഒക്കെ ഓഫറൊക്കെ തന്നിട്ടുണ്ട് PR, പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ പാട്ട് പാടണം, അങ്ങനെയൊക്കെ ചെയ്യണം, എനിക്കൊരു ഫെയിം ഉണ്ടാവണം, കുറേ സിനിമകളിലേക്ക് വിളിക്കണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അല്ലാതെ PR-ൻ്റെ ബലം കൊണ്ട് എനിക്ക് താല്പര്യം. പക്ഷേ PR മോശമെന്ന് പറയുന്നില്ല, PR വേണം, പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അനുമോളെയാണ് പറയുന്നത്. ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോൾ അനുമോൾ കൊടുക്കാറില്ല, കുറേ ഡ്രസ്സൊക്കെ അവിടെ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ PR കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. നമ്മുടെ വീട്ടിലും പുറത്തൊക്കെ നമ്മളങ്ങനെ വീഡിയോസ് ഇടുന്ന, നമ്മളെ പറ്റിയിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഇവിടെ അനുമോൾ അത്ര ഗെയിമൊന്നും കളിക്കുന്നില്ല, ലോങ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ PR കൊണ്ട് മാത്രം നിന്ന് ജയിച്ച് പോയി എന്നുള്ളൊരു സാധനം വരും. അതുകൊണ്ട് PR ഇല്ലാതെ ജയിക്കണം എന്നാണ് പറയുന്നത്. ഒട്ടും PR ഇല്ലാതെ നിൽക്കുന്ന നെവിനെയാണ് അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, നെവിൻ്റെ ഭാഗത്തുനിന്ന് വന്നെങ്കിലും കുറേ ഫേക്കാണ്, ഞാൻ അങ്ങനെയാണ്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നെവിനായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ കൂടി PR ഇല്ലാതെ നിൽക്കുന്നത് നെവിൻ മാത്രമാണെന്ന് പറയുന്നത്. പിന്നീട് വന്ന ആര്യനായിരുന്നു. ആര്യൻ പറഞ്ഞത് PR ഉണ്ടായിട്ട് നിൽക്കുന്നത് അനുമോളെയാണ് പറയുന്നത്. കൂടുതൽ അനുമോളുടെ പേരാണ് എല്ലായിടത്തും കേൾക്കുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അനുമോൾ കാമായിട്ടാണ് നിൽക്കണതെന്ന് അറിയില്ല. എന്തെങ്കിലും നോമിനേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര കാമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നും കൂടിയും പറയുന്നുണ്ട്. പിന്നെ PR ഇല്ലാതെ നിൽക്കുന്നത് ന്യൂറയാണ്. എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാണ് ന്യൂറേനെ. പിന്നെ ഇപ്പം നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ചിരിയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെയാണ് ന്യൂറേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നത് നെവിനായിരുന്നു. നെവിൻ പറയുന്നത് കൂടുതൽ PR കൊടുത്ത് ചെയ്യുന്ന അനുമോളെയാണ് പറയുന്നത്. എവിക്റ്റായി പോയി പലരും പറഞ്ഞിട്ടുണ്ട് മുൻപ് വിജയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് അനുമോൾക്കും PR കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ PR ഇല്ലാതെ നിൽക്കുന്നത് ബിന്നീനെയാണ് പറയുന്നത്. ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ കുറേ കണക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ PR-നെ പറ്റിയിട്ട് അത്ര ബോധേഡല്ല, എപ്പോഴും ഭയങ്കര ഫയർ ഉണ്ട് ആളുടെ. പിന്നെ നന്നായി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സ്വന്തം കഴിവിൽ മാത്രം നിൽക്കുന്ന ഒരാളായിട്ടാണ് ബിന്നീനെ തോന്നിയെന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നീട് വന്ന് ന്യൂറയാണ്. ന്യൂറ പറഞ്ഞത് ലക്ഷ്മിയുടെ പേരാണ്. ടാസ്കിലും ഒരു സീരിയസ്നെസ് ഇല്ല, നോമിനേഷനിൽ വന്നാലും രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. അത് ലക്ഷ്മിനെയാണ് PR കൊണ്ട് ജീവിച്ച് പോകണമെന്ന് പറയുന്നത്. PR ഇല്ലാതെ നിൽക്കുന്ന ആദില തന്നെയാണ്. ആദില പറഞ്ഞത് ലക്ഷ്മിനെയാണ് പറയുന്നത്. ഗെയിമിൽ അത്ര ആക്റ്റീവ് അല്ല, ടൈം കിട്ടിയാൽ വേഗം പോയി കിടക്കും, പിന്നെ അതുപോലെ തന്നെ ആയിട്ട് ജെല്ലാവനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ PR-ൻ്റെ ബലം കൊണ്ട് മാത്രമാണ് നിലനിന്ന് പോകണമെന്നാണ് ആദിലേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന് സാബുമാനാണ്. സാബുമാൻ പറയുന്നത് അനുമോൾ നല്ല PR കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ PR കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് അനുമോൾ ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് സാബുമാൻ പറയുന്നത്. പിന്നീട് വരുന്നത് അനുമോളാണ്. അനുമോൾ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റിച്ച് ആണെന്നൊക്കെ ആക്കി തന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ഫാമിലി നോക്കണം, എൻ്റെ അച്ഛമ്മേനെ അവരൊക്കെ നോക്കുന്ന ആളാണ്. പിന്നെ എല്ലാ സീസണിലും കോൾ വരാറുണ്ട് ബിഗ് ബോസിൽ. അപ്പോൾ കഴിഞ്ഞ സീസണിലും ഇതുപോലെ ഒരാളിൻ്റെ PR വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. ക്യാഷ് ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വീട്ടിലിരുന്നാലും എനിക്ക് പ്രോഗ്രാം ചെയ്ത് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്.
പി ആർ ഉണ്ടെന്ന് പറഞ്ഞത് നല്ല കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ചെയ്യാനായിട്ടുള്ള ഇതിനുള്ള ഒരു വിശദീകരണത്തിനുള്ള പിന്നീട് സമയം തരാം, ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അനുമോൾ നേരത്തെ എല്ലാവരും പറഞ്ഞതിൻ്റെ ബേസിസിലാണ് അനുമോൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പറയുന്നുണ്ട് അക്ബറും ആര്യനും ബിന്നിയും ഒക്കെ നല്ല പി ആർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് പേരാണ് ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പി ആർ കുറവുള്ളത് അനീഷിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്ന് ബിന്നിയായിരുന്നു. ബിന്നി വന്നിട്ട് പറഞ്ഞു അനുമോൾ പറഞ്ഞിട്ടുണ്ട് എത്ര എമൗണ്ട് എന്ന് വരെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് 16 ലക്ഷം വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുന്ന 50,000 ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര നാൾ നിൽക്കുന്നോ അത്രയും നാളത്തെ പൈസ പിന്നീട് വന്നിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് മുന്നേ അപ്പാന് പോണതിന് കുറച്ച് മുന്നൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ആ ബെഡിൻ്റെ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ അനുമോൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ അനുമോൾ അവിടെ നിന്നിട്ട് തർക്കിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും കൂടിയില്ല, ഞാൻ അതിലേടെ അടുത്ത് നൂറയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെയാണ് ഞാൻ നിന്നോട് പറയണേന്നൊക്കെ ഉണ്ട്. പിന്നെ പറയണേ നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പാനി പോയപ്പോൾ അപ്പാനിയുടെ പി ആർ തന്നെയാണ് അനുമോളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അപ്പാനി പോയപ്പോൾ ഇനി എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ട്. അവർ തമ്മിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ പറയുന്നത് നമ്മളൊക്കെ ഇവിടെ ടാസ്ക് ചെയ്ത് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി നിൽക്കുന്നത്, പക്ഷേ ഒരു ടെൻഷനില്ലാതെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കരയണേന്നൊക്കെ പറയുന്നത്. പിന്നെ ഇല്ലാതെ നിൽക്കുന്നത് നെവിനാണെന്നാണ് പറയുന്നത്. എന്തായാലും അനുമോളും അതുപോലെ തന്നെ ബിന്നിയും തമ്മിൽ നല്ല രീതിയിൽ അടിയായിട്ടുണ്ട്. അത് ടാസ്കിന് ശേഷം ആയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.